ഏതായാലും വലിയ സംഘർഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ. സമീപത്തൊന്നും കാണാത്ത തരത്തിലുള്ള സംഘർഷം. നേരത്തെ ഒരു സംഘർഷാവസ്ഥ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിലനിന്നിരുന്നു. അത് ഈ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. അവിടെ ചേരി തിരിഞ്ഞുകൊണ്ട് മറുഭാഗത്ത് നിന്നുകൊണ്ട് KSU SFI പ്രവർത്തകർ പരസ്പരം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നില നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമെല്ലാം വന്നതിന് ശേഷമാണ് വലിയ പ്രകടനം, രണ്ടുപേരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രകടനം ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ പ്രകടനം എത്തിയ സമയത്ത് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണുവാൻ കഴിയുന്ന തരത്തിൽ കട്ടയും അതോടൊപ്പം തന്നെ കല്ലുമെല്ലാം റോഡിൽ ഇപ്പോഴും വലുതായി കിടപ്പുണ്ട്. ഒപ്പം പ്രവർത്തകർ രണ്ട് ഭാഗങ്ങളിൽ, ഈ പോലീസ് വാഹനത്തിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ശിവപ്രസാദ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കും. SFI രാജ്ഭവനിലേക്ക് പ്രകടനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ സമയം വൈകുന്നതുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവസാനിപ്പിക്കണമെന്നാണ് SFI കണ്ടത്. പ്രകടനം നടത്തി വരുന്ന വഴിക്കാണ് ഇവിടെ ചന്തയുടെ മുന്നിൽ KSUക്കാർ പ്രകടനം നടത്തി അവസാനിപ്പിച്ചിരുന്നത്. പ്രകടനം പാസ് പോകുമ്പോഴാണ് അന്യായമായി പ്രകടനം നടത്തി അവിടെ സംഘടിച്ചു നിന്ന മുഴുവൻ KSUക്കാരും SFI സഖാക്കൾക്ക് നേരെ കല്ലെറിയുന്നത്. സ്വാഭാവികമായി ആരാണോ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും അക്രമം നടത്തുന്നത്, അക്രമകാരികളാണ് പോലീസ് നേരിടേണ്ടത്. അതിനു പകരം പ്രകടനം നടത്തിപ്പോയ SFIക്കാർ നെഞ്ചിലേക്ക് കയറാനാണ് കേരളത്തിലെ പോലീസ് തയ്യാറായത്. ഇത് ബോധപൂർവം KSUക്കാർ അച്ചാരം വാങ്ങി ഇവിടെ പോലീസ് അണിനിരത്തിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളുടെ വോട്ട് വാങ്ങി ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പോലീസിനെ അണിനിരത്തി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമോ എന്ന് KSU പരിശോധിച്ച. പക്ഷേ അങ്ങനെ KSUവിനെ അണിനിരത്തിയാലൊന്നും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. വീണ്ടും വലിയ തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കല്ല് വന്ന് പതിക്കുന്നുണ്ട് മറുഭാഗത്തു നിന്ന്. അത് KSU വീണ്ടും പരസ്പരം കല്ലെറിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. SFI പ്രവർത്തകരുടെ ഭാഗത്തേക്ക് കല്ല് വന്നു. ഇവർ ആ ഭാഗത്തേക്കും കല്ലെറിയുന്ന ഒരു നിലയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. രണ്ട് ഭാഗങ്ങളിലും, ഈ പോലീസ് വാഹനത്തിന്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ടാണ് SFI KSU പ്രവർത്തകർ ഉള്ളത്. വലിയ തരത്തിലുള്ള കല്ലുകളും അതോടൊപ്പം തന്നെ കമ്പുകളും എല്ലാം രണ്ട് ഭാഗങ്ങളിലേക്കും എറിയുന്നതില നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പോലും യഥാർത്ഥത്തിൽ വലിയ ഭീഷണിയായി നിൽക്കുകയാണ്. വലിയ കല്ലുകൾ അതോടൊപ്പം തന്നെ വലിയ തടിക്കഷ്ണങ്ങൾ അതെല്ലാം രണ്ട് ഭാഗങ്ങളിലേക്കും വന്ന് പതിക്കുന്നു. ഇതാ വാഹനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള കല്ലേറാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് യഥാർത്ഥത്തിൽ പാളയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിന് നേരെയും കല്ലേറ്, ഇപ്പോൾ വ്യാപകമായ കല്ലേറ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് വാഹനത്തിന് നേരെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷം. SFI പ്രവർത്തകർ ആ പോലീസ് വാഹനത്തിലേക്ക് പാഞ്ഞെടുക്കുന്നു. അവരുടെ നേരെ കല്ല് വരുന്നുണ്ട്, പോലീസിന് നേരെ കല്ല് വരുന്നുണ്ട്, ഈ വഴി യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് നേരെ കല്ല് വരുന്നുണ്ട്. അത്രയധികം ഗുരുതരമായ അനിതര സാധാരണമായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ പാളയത്ത് നടക്കുന്നത്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രകടനങ്ങൾ, SFIയുടെ പ്രകടനം അവർ നേരത്തെ ലോക് ഭവനിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം അവർ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് പോയി സെക്രട്ടേറിയറ്റിൽ പ്രകടനം നടത്തി തിരിച്ച് വരുന്നതിന് ഇടയ്ക്ക് KSUവിന്റെ പ്രകടനം ഈ ഭാഗത്തേക്ക് എത്തി. അപ്പോഴാണ് വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടായത്. ഈ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, റോഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കല്ലുകൾ കിടപ്പുണ്ട്, വലിയ പാറക്കഷ്ണങ്ങൾ കിടപ്പുണ്ട്, വലിയ ചുടുകല്ലുകൾ കിടപ്പുണ്ട്. അതാണ് നിലവിലെ സ്ഥിതി. പോലീസുമായിട്ടുള്ള സംഘർഷം ഇതുവരെയും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത്രയധികം ഗുരുതരമായ പ്രതിസന്ധിയാണ് തിരുവനന്തപുരത്ത് ഈ രാത്രിയിൽ സമീപകാലത്തൊന്നും യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. പോലീസിനും ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഇതുവരെയും പരിഹരിക്കാൻ കഴിയാത്തത്. ഇപ്പോഴും തുരുതുര കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാം. വലിയ തരത്തിലുള്ള തടിക്കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ്. അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ട് റോഡിൽ നിരത്തിൽ വലിയ അടി, ആ ഭാഗത്തേക്ക് വലിയ അടി നടക്കുകയാണ്, വലിയ സംഘർഷം നടക്കുകയാണ്. അവിടെ നേരിട്ടുള്ള വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു. അതിഗുരുതരമായ സാഹചര്യത്തിലേക്ക് വീണ്ടും നീങ്ങുന്നു. പോലീസ് വീണ്ടും ലാത്തി പ്രയോഗിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ലാത്തി പ്രയോഗിച്ചിരിക്കുകയാണ്. SFI പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തി പ്രയോഗിച്ചിരിക്കുന്നത്, ലാത്തി വീശിയിരിക്കുന്നത്. വലിയ നേതാക്കൾ വരെയുണ്ട്. റഹീം MP ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾ ഇവിടെ ഉണ്ട്, SFIയുടെ ഭാഗത്തുണ്ട്. അവിടെ രണ്ട് ഭാഗങ്ങളിലായി തിരിഞ്ഞുകൊണ്ട് വലിയ സംഘർഷം ഇപ്പോൾ നടക്കുന്നു. SFI പ്രവർത്തകരെ പിരിച്ചുവിടാനാണ് യഥാർത്ഥത്തിൽ പോലീസ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. ഒരുപക്ഷെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏതായാലും മുന്നിൽ കാണുന്നത്. അങ്ങനെ അതിഗുരുതരമായ സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം പാളയം പരിസരം മാറുന്നു. പോലീസിന് നേരെ വലിയ തരത്തിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ് SFIയുടെ ഭാഗത്തു നിന്നും. അതോടൊപ്പം തന്നെ KSUവിന്റെ ഭാഗത്തു നിന്ന് തുരുതുരെ കല്ലുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസിന് നിയന്ത്രിക്കുന്ന കഴിയുന്നതിനപ്പുറത്തേക്കുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്നത്.